സൂരി നായകനായ മണ്ടാടി എന്ന സിനിമയിലെ ഉസ്രേ നീതാം പുള്ള എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ജി.വി. പ്രകാശാണ് മ്യൂസിക്. വാ. RS ഇൻഫോർടൈൻമെന്റ്, എൽഫ്രഡ് കുമാർ പ്രസൻസ്, ജി.വി. പ്രകാശ് കുമാർ മ്യൂസിക്കൽ. മണ്ടാടി അതെന്തോ ഒരു അർത്ഥമുണ്ട് കേട്ടാ. ഛേ, പുള്ളിക്കാരിയാ നായിക. പഴയ പാട്ടിന്റെ ഒരു പോലെ. നമ്പർ അസറ്റ്, കെ കിരൺ, പ്രദീപാണ് എഡിറ്റർ. കടലാണ് കേട്ടാ പടം, കടലിന്റെ ആണ്. ജയശ്രീ മതിമാരൻ ലിറിസിസ്റ്റ്. കപിൽ കപിലൻ സഞ്ജന ഗൽമന്റെ പാട്ട് പാടിയിരുന്നു. ലൈഫ് ഓഫ് പയ്യ. ഇത് നമ്മള് ഇതിന്റെ ഫസ്റ്റ് ഒരു മണ്ടാടി എന്നൊരു സോങ് റിലീസ് ചെയ്തപ്പോഴേ പറഞ്ഞാണ് ഇതൊരു കടൽ ബേസ്ഡ് ഉള്ള പടമാണ്, ഫിഷർമാൻ. അതുകൊണ്ടാണ് ആ ഒരു പാട്ടിന്റെ ആ ഒരു ലൊക്കേഷനും പരിപാടിയും എല്ലാം അതുപോലെ തന്നെ വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മലയാളി നായികമാരെ ഈ കോളിവുഡിലേക്ക് കൊണ്ടുവന്നിട്ട് നിറം കറുപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതെന്നും ഇപ്പോഴും മനസ്സിലാകുന്നത്. ഇപ്പൊ ഈ പടത്തില് പുള്ളിക്കാരിയെ നൂറ് സാമി എന്ന ഏതൊരു സിനിമ, അതില് സ്വാസികയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ പിന്നെ കർണലില് രജീഷ ഉണ്ട്, പിന്നെ ബൈസലില് അനുപമ പരമേശ്വരനുണ്ട്. ഈ മലയാള നായികമാരെ ഇവരെന്തിനാണ് ഈ തമിഴ് ഡയറക്ടേഴ്സ് ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്ത് കറുപ്പിച്ചിട്ട് നായികമാരായിട്ട് കൊണ്ടുവന്ന് അത്രയ്ക്കും ആ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ അഭിനയിക്കാൻ തമിഴ്നാട്ടിലെ ആക്ടേഴ്സ് ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരെ അത് പ്രിപ്പയർ ആവില്ലെന്ന് തോന്നുന്നു. മറ്റുള്ള ഇൻഡസ്ട്രിയിലാക്കി പോയിട്ടാണ് ചോദിക്കുന്നത്. അത് പേഴ്സണലി സത്യമുള്ള ഒരു കാര്യമാണ് കേട്ടാ. പിന്നെ കിടന്ന സൂര്യ എന്നറിയോ, ഇപ്പൊ നായകൻ റൊമാൻറ്റിക് ഹീറോ. സ്ലോ പോയിസൺ പോലത്തെ പാട്ടാണ് കേട്ടോ. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ സൂപ്പർ ആയിരിക്കും മിക്കവാറും പടം കാണുമ്പോൾ, കടൽ ബേസ് ചെയ്തിട്ടുള്ള. റൊമാൻസ്. കടലിൽ ഒരുമിച്ച് പോകുന്നു തോന്നുന്നു. ഫണ്ണിനാണേ പറഞ്ഞ. ഞാൻ പറഞ്ഞല്ലേ കടലാണ് ഫുള്ള്, ഫിഷർമാനാണ് സൂരി. ആ ഒരു ലൈഫ് സ്റ്റൈലുമാണ്. ബോട്ട്, കടല്. മണ്ടാടി കടലുമായിട്ട് എന്തോ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു പേരാണെന്നാണ് തോന്നുന്നത്. ഒരു നോർമൽ പാട്ട് കേട്ടാ, വൺ സൂപ്പർ പാട്ടുമല്ല, ഒരു നോർമൽ സിമ്പിൾ പാട്ട്. സിമ്പിൾ സോങ് കേട്ടാ. കമ്മല കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് പൈസ കിട്ടിയ വാങ്ങിച്ചു കൊടുത്താണ്. സത്യം പറഞ്ഞ ഇത് ഈ ഇതുപോലത്തെ ഒരു പാട്ടൊക്കെ കേട്ടതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പാട്ട്. കാരണം ജി.വി. പ്രകാശിന്റെ ഏതോ ഒരു പാട്ട്, കാരണം ജി.വി. പ്രകാശിന് ഇതുപോലെ ജീവല്ല വിശാലിന്റെ, വിഷ്ണു വിശാലിന്റെ ഒരു പടമുണ്ട് ഇതുപോലെ ഒരു ഫിഷർമാൻ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സിനിമയാണ്. ആ പടത്തിന്റെ പേര് മറന്നുപോയി. അതിലെ അതൊരു പാട്ടുണ്ട്, അതുപോലെ എനിക്ക് തോന്നുന്നു. എക്സാക്ട്ലി അങ്ങനെയല്ല, ബട്ട് ചെറിയൊരു രീതിയിലൊക്കെ. പക്ഷെ വലിയൊരു സുഖമൊന്നും ഇല്ല പാട്ട്. ഒരു ജി.വി. പ്രകാശിന്റെ ഒരു പാട്ട് പോലെ തോന്നുന്നില്ല. അതേപോലെ ഈ ഒരു ഇത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹീറോ ഇപ്പോ ജേഴ്സി ഡ്രീം വേണ്ട, വിശ്വമേനൊക്കെ ഇങ്ങനെ ജേഴ്സി ഇടും ഇതുപോലത്തെ.
സാധനം ഉണ്ടായിരുന്നു. ഏഞ്ചല ഏഞ്ചല ലൈറ്റേഴ്സ് കുറെ കാണിക്കുന്നുണ്ട് കേട്ടോ. മതിമാരൻ പുകഴേന്തിയാണ് ഡയറക്ടർ. മണ്ടാടി 10th സെപ്റ്റംബറിനാണ് കേട്ടോ റിലീസ്. സെപ്റ്റംബർ 2026 10ാം തീയതിയാണ് റിലീസ് ആവുന്ന ഈ പടം കേട്ടാ. മകിഴേന്തിയാണ് സംവിധാനം ചെയ്യുന്നത്. GV പ്രകാശിന്റെ മ്യൂസിക്കാണ്. നീതാംബ പിള്ള എന്നൊരു പാട്ടാണ്. പാട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. GV പ്രകാശിന്റെ ഒരു പാട്ട് പോലെ എനിക്ക് ഫീലും ആയിട്ടില്ല. ലിറിക്സും വലിയ സുഖമൊന്നുമില്ല. ആ ഒരു ഉസിരെ നീതാനെ പുള്ള വരുന്ന ഒരു പോഷൻ മാത്രം കേൾക്കാനും കൊള്ളാം, ആരിലും ഒരു ലിറിക്സും കൊള്ളാം. പിന്നെ പാട്ട് ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാല് ഒരു സുഖമില്ലാത്ത ഒരു പാട്ട് തന്നെയാണ്. പിന്നെ അതിന്റെ വിഷ്വൽസ് ഒക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, കടൽ ബേസ്ഡ് ആണ്. കടൽ തന്നെയാണ് ഫുള്ളും കാണിക്കുന്നത്. കപ്പല്, വള്ളം, കടല്, ആ ഒരു സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപാട് കാണിക്കുന്നത്. 10ാം തീയതിയാണ് സെപ്റ്റംബർ റിലീസ് ചെയ്യുന്നത്. ജീവപ്രകാശ് എന്തോ വരുന്ന പാട്ടുകളൊന്നും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ഉഷാറൊന്നുമില്ല. കേൾക്കാനുള്ള ഒരു സുഖമുള്ള പാട്ടൊന്നും അല്ല വരുന്നത്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ മണ്ടാടി എന്നൊരു സോങ് സൂപ്പർ പാട്ടായിരുന്നു. അതിൽ GV പ്രകാശിന്റെ നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു. വരീസൻ വാഹീസൻ ആ പുള്ളി ഒരു പാട്ടുകാരനാണ്. പുള്ളിയുടെ ലിറിക്സിൽ പുള്ളി പാടി ഒരു നല്ലൊരു റാപ്പ് പോലത്തെ പാട്ടായിരുന്നു. അതിൽ സൂരി സൂപ്പറായിട്ട് ഡാൻസും ചെയ്തിട്ടുണ്ട്. അത് നല്ല അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് ആയ ഒരു പാട്ടും കൂടെ ആയിരുന്നു. ബട്ട് ഇത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ട്രെൻഡിങ് ആവുമെന്ന്. കണ്ടു തന്നെ അറിയാം. ആൻഡ് സൂര്യയുടെ ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പടത്തിലും കാണും. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ വെണ്ണിലാക്കപ്പടിക്കുഴി വിഷ്ണുശാലിന്റെ ഒരു പടത്തിൽ ബെറോട്ട തിന്നുന്ന സീനിൽ വന്ന സൂര്യ ഇപ്പം നായകനായി റൊമാൻറ്റിക് ഹീറോ ആയി വേറെ ലെവലിൽ പുള്ളിക്കാരൻ നല്ലൊരു സാലറി അല്ലെങ്കിൽ നല്ലൊരു പാക്കേജ്, നല്ലൊരു പേയ്മെന്റ് വാങ്ങുന്ന ഒരു ആക്ടർ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് സന്താനം വന്നത്. പക്ഷെ സന്താനത്തിൽ ഈ കാര്യം നടന്നിട്ടില്ലായിരുന്നു. സന്താനം സിനിമയിലും വന്നിട്ട് കോമഡി ആയിരുന്നു ചെയ്ത്. ഇതിനേക്കാളും നല്ലൊരു സന്താനം കോമഡി ആക്ടറായിട്ട് നിന്നിട്ട് കോമഡി ചെയ്താൽ മതിയായിരുന്നു. ബട്ട് സിനിമ നായകനായിട്ടും അതിൽ വന്നിട്ട് കോമഡിയാണ് സന്താനം ചെയ്തത്. ബട്ട് സൂര്യ അങ്ങനെയല്ല, ഡിഫറെന്റ്ലി വേറെ ആയിരുന്നു. കാരണം പടത്തിൽ വന്ന് ആ ഒരു ക്യാരക്ടർ മാറി, ആ ഒരു ആക്ടിങ് മാറി. ആ കോമഡി എന്നൊരു സംഭവം ഇല്ല. മാസ്, ദേഷ്യം, സെന്റിമെന്റ്സിൽ വേറെ റേഞ്ചായി സത്യം പറഞ്ഞാൽ സൂര്യ സന്താനം വെച്ച് കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ കോമഡിയൻ ടു ആക്ടർ ആയാലും വിജയിച്ചത് സൂര്യ തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ ആക്ടറായി. കാരണം പുള്ളി കോമഡി എല്ലാം മാറ്റി ആ ഒരു അഭിനയത്തിന്റെ കാര്യം. സന്താനമാണെങ്കിൽ തികച്ചും വീണ്ടും വന്ന് ആ നായകനായപ്പോഴും അവിടെയും വന്ന് കൗണ്ടറും സംസാരവും കോമഡിയും മാത്രമായിരുന്നു. ടോട്ടലി എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു സുഖമില്ലാത്ത പാട്ട് തന്നെയാണ്, ഒരു സ്ലോ പാട്ട് തന്നെയാണ്. ബട്ട് പടം നോക്കാം നമുക്ക്, മണ്ടാടി എങ്ങനെ വരുമെന്ന്.